നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇപ്രകാരം അഖില ലോക സൺഡേ സ്കൂൾ ദിനത്തോടനുബന്ധിച്ച് തിരുവചന ധ്യാനവുമായി വിശുദ്ധ മർവാഹയുടെ മുമ്പാകെ നിൽക്കാൻ ഇടയാക്കിയെത്തുന്ന വലിയവനായ ദൈവത്തെ സ്തുതിക്കുന്നതിനോടൊപ്പം ഇപ്രകാരം ഒരു അവസരം ഒരുക്കി തന്ന ജോർജ് അബ്രഹാം അച്ഛൻ, സൺഡേ സ്കൂൾ അഡ്മിനിസ്ട്രേറ്ററായ ലീലാമ്മ ടീച്ചർ, സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് എല്ലാവരോടും ഇടവക ചുമതലക്കാരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇന്നത്തെ ഏവെങ്കിലും ഭാഗമാണ്. എന്നാൽ അത് മുഴുവൻ വായിക്കാതെ ഏതാനും ചില വാക്യങ്ങൾ വായിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 6, 7, 14, 20 വാക്യങ്ങളാണ്. 1-ാം അധ്യായം 6-ാം വാക്യം: ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരുമായി നടക്കുന്നവരുമായിരുന്നു. 7-ാം വാക്യം: എലിസബത്ത് മച്ചിയാകൊണ്ട് അവർക്ക് സന്തതിയില്ലായിരുന്നു, ഇരുവരും വയസ്സ് ചെന്നവരും ആയിരുന്നു. 14-ാം വാക്യം: നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും, അവന്റെ ജനനത്തിങ്കൽ പലരും സന്തോഷിക്കും. 20-ാം വാക്യം: തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള എന്റെ ഈ വാക്ക് വിശ്വസിക്കായക കൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിക്കാൻ കഴിയാതെ മൗനമായിരിക്കും. പ്രാർത്ഥിക്കാം. വചനമാകുന്ന നമ്മുടെ ദൈവമേ, ഞങ്ങളുടെ വചനത്തിൽ സംസാരിക്കാൻ അടിയനാവിനെ മേൽപ്പെടുത്തണമേ. കേൾക്കുന്നതിൻ്റെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. സകലവും യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് സഭയായി നാം തിരഞ്ഞെടുത്ത് ചിന്തിക്കുന്ന വിഷയം സാധ്യതകളുടെ വാഗ്ദത്തം നൽകുന്ന ദൈവം എന്നതാണ്. അസാധ്യമായതിനെ സാധ്യമാക്കുവാൻ കഴിവുള്ളവരായ ദൈവത്തിന്റെ ചരിത്രത്തിലെ ഇടപെടലുകളുടെയും മഹത്വത്തെയാണ് നാം കാണുവാൻ പോകുന്നത്. പ്രധാനമായും 3 ചിന്തകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി, ദൈവത്തിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കുന്ന ദൈവിക കുടുംബം. രണ്ടാമതായി, ദൈവമഹത്വത്തെ കാത്തിരിക്കുന്ന സന്തോഷവും ഉല്ലാസവും. മൂന്നാമതായി, മാനുഷിക മൗനത്തിന്മേൽ മാനം നൽകുന്ന ദൈവിക ഉറപ്പ്. ഒന്നാമതായി, ദൈവത്തിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കുന്ന ഒരു ദൈവിക കുടുംബം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിച്ചു: ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും കുറ്റമില്ലാത്തവരുമായി നടന്നവരുമായിരുന്നു. ഇവിടെ സെഖര്യാവ് എന്ന പുരോഹിതൻ മാത്രമല്ല, അവന്റെ ഭാര്യയായിരുന്ന എലീശബത്ത് പുരോഹിതനായ അഹരോന്റെ പുത്രിമാരിൽ ഒരുത്തിയായതുകൊണ്ട് തന്നെ അവളും ദൈവിക കൽപ്പനകൾ അനുസരിച്ചായിരുന്നു ദൈവസന്നിധിയിൽ നേരുള്ളവരും ആയിരുന്നു. ദൈവത്തോട് ചേർന്ന് നിന്നിരുന്ന ആ കുടുംബത്തിൽ ഒരു ദുഃഖം തളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. എലിസബത്ത് മച്ചിയായിരുന്നു, അതായിരുന്നു ആ കുടുംബത്തിലെ ദുഃഖം. ഈ ദുഃഖത്തിന്റെ നടുവിലും അവർ ദൈവസന്നിധിയിൽ നേരോടെ ജീവിച്ചവരായിരുന്നു. ഈ കുടുംബം എന്നും ദൈവത്തിന്റെ സകല കൽപ്പനകളും കുറ്റമില്ലാത്തവരായി നടന്നവരായിരുന്നു എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തിയതായി നമുക്ക് കാണുവാനായി സാധിക്കുന്നു. ഇതുപോലെ നീതിമാനായ ഒരു മനുഷ്യൻ യെരൂശലേമിൽ ഉണ്ടായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 25, 26 വാക്യത്തിൽ വായിക്കുമ്പോൾ നമുക്കത് കാണുവാനായി സാധിക്കുന്നു. അത് ഇപ്രകാരമാണ്: യെരൂശലേമിൽ ശിമ്യോൻ എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവരും ആയിരുന്നു. പരിശുദ്ധാത്മാവും അവന്റെ മേൽ ഉണ്ടായിരുന്നു. 26-ാം വാക്യം: കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാടുണ്ടായിരുന്നു. ഇവിടെയും ദൈവിക വാഗ്ദത്ത പ്രകാരം ഉള്ള ഒരു കാത്തിരിപ്പിന് ഉടമയാവുകയാണ് ശിമ്യോൻ എന്ന നീതിമാനായ മനുഷ്യനും. ശിമ്യോൻ എന്ന നീതിമാനായ മനുഷ്യനും വൃദ്ധരായിരുന്നു. അപ്പോൾ നാം സ്വാഭാവികമായും ചിന്തിക്കും, വൃദ്ധരായ മനുഷ്യർക്ക് മാത്രമേ ദൈവത്തിന്റെ വാഗ്ദത്തം ലഭിക്കൂ എന്ന്. ഒരിക്കലും നമ്മൾ അങ്ങനെ ചിന്തിക്കുവാൻ ഇടയാകരുത്. കാരണം ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം നമുക്ക് ഇപ്രകാരം വായിക്കുവാൻ സാധിക്കും: ബാലനായ ശമൂവേൽ ഏലി പുരോഹിതന്റെ മുമ്പാകെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 3-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ: അപ്പോൾ യഹോവ ശമൂവേലേ ശമൂവേലേ എന്ന് വിളിച്ചു. അതിന് ശമൂവേൽ, അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, പ്രായമോ വലിപ്പമോ അല്ല യഹോവയുടെ ഇടപെടലിന്റെ മാനദണ്ഡം എന്നത്. പിന്നെ എന്താണ്? അതിനുള്ള ഉത്തരം ഇവിടെ തന്നെ പറഞ്ഞിരിക്കുന്നു. സെഖര്യാവും എലീശബത്തും ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവ്
സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരുമായി നടന്നവരുമായിരുന്നു. അതെ, ഇത് തന്നെയാണ് ദൈവിക വാഗ്ദാനവും ഉറപ്പും ലഭിക്കുവാൻ ആവശ്യമുള്ള മാനദണ്ഡം. പ്രിയരെ, നാം ആയിരിക്കുന്ന സ്കൂളുകളിലും കോളേജുകളിലും മറ്റു സ്ഥലങ്ങളിലും നമ്മൾ ഇപ്രകാരം ദൈവിക കൽപ്പനകൾ അനുസരിച്ചാണോ നടക്കുന്നത് എന്ന് നമ്മുടെ സുഹൃത്ത് വലയത്തിൽപ്പെട്ട ആളുകളും മറ്റും എപ്രകാരമാണ് പെരുമാറുന്നത് എന്നും നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സൺഡേ സ്കൂൾ അഭ്യസനത്തിലൂടെയും ക്യാമ്പുകളിലൂടെയും മറ്റും നാം ഓരോരുത്തരും ദൈവം മുൻപാകെ അവന്റെ സകല കൽപ്പനകളും പ്രമാണിപ്പാൻ പ്രാപ്തരായി തീരുകയും ദൈവസന്നിധിയിൽ നേരുള്ളവരായി ജീവിപ്പാൻ തക്കതായ സാഹചര്യം നേടിയെടുക്കുകയും വേണം. സൺഡേ സ്കൂളിന്റെ ആപ്തവാക്യം തന്നെ കം ടു ജീസസ്, ബ്രിങ് എവരി ചൈൽഡ് ടു ജീസസ് എന്നാണല്ലോ. യേശുവിലേക്ക് വരിക, ഓരോ കുഞ്ഞിനെയും യേശുവിലേക്ക് കൊണ്ടുവരിക. നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങളും ഉദ്ദേശങ്ങളും ഇപ്രകാരമുള്ള ഉദ്ദേശ സത്യങ്ങളെ സാക്ഷീകരിക്കാൻ ഉതകുന്നതായിരിക്കണം. ഇവിടെ സെഖര്യാ പുരോഹിതൻ പൗരോഹിത്യ മര്യാദ പ്രകാരം കർത്താവിന്റെ സന്നിധിയിൽ ചെന്ന് ധൂപം കാട്ടുവാൻ അവനെ നറുക്കു വീഴുന്നു. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം, എന്തിനും ഏതിനും അതിൻ്റെതായ ചില നിയമങ്ങളും ചട്ടങ്ങളും മര്യാദകളും ഉണ്ടെന്നുള്ളതാണ്. നറുക്കു വീണപ്പോൾ മാത്രമാണ് കർത്താവിന്റെ സന്നിധിയിൽ ധൂപം കാട്ടുവാൻ സെഖര്യാവിന് അവസരം ലഭിച്ചത്. ഇതിനു മുമ്പ് അവസരം ലഭിച്ചോ ഇല്ലയോ എന്ന് പറയുന്നില്ല. എങ്കിലും ഇപ്രകാരം നറുക്കു വീഴുമ്പോൾ മാത്രമാണ് ധൂപം കാട്ടുവാൻ ഒരു പുരോഹിതന് അവസരം ലഭിക്കുന്നത്. 13-ാം വാക്യത്തിൽ ഗബ്രിയേൽ ദൂതൻ അവനോട് പറഞ്ഞത്, സഖര്യാവേ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലീശബെത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം എന്ന് പറഞ്ഞു. മടുത്തുപോകാതെയുള്ള ഒരു കുടുംബത്തിന്റെ കാലങ്ങളായുള്ള പ്രാർത്ഥനയ്ക്കാണ് ഇവിടെ ദൈവിക വാഗ്ദാനം കിട്ടുന്നത്. നിന്റെ ഭാര്യ എലീശബെത്തിന് ഒരു മകനെ പ്രസവിക്കും. ഇപ്രകാരം നാമും കാലങ്ങളായി ഓരോരോ ആവശ്യങ്ങളുമായി ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നവരല്ലേ? സെഖര്യാവിനും കുടുംബത്തിനും ലഭിച്ചിട്ടുള്ള ദൈവിക ഉറപ്പ് നമുക്കും പ്രാപ്യമാക്കുവാൻ ദൈവസന്നിധിയിൽ നീതിയുള്ളവരായി അവന്റെ സകല കൽപ്പനകളും ന്യായങ്ങളും കുറ്റമില്ലാത്തവരുമായി ജീവിക്കുവാൻ നമുക്കും ശ്രമിക്കാം. രണ്ടാമതായി, ദൈവമഹത്വത്തെ കാത്തിരിക്കുന്ന സന്തോഷവും ഉല്ലാസവും. കാത്തിരിപ്പ് എന്നത് വളരെ വിഷമവും മുഷിപ്പും നിരാശയും ഉത്കണ്ഠയും ഉളവാക്കുന്ന ഒരു സംഗതിയാണ്. കാത്തിരിപ്പ് പലപ്പോഴും ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത ഒന്നാണ്. നമ്മൾ കാത്തിരിക്കുന്ന ആളുടെ പ്രത്യേകത അല്ലെങ്കിൽ ആ വ്യക്തിയോടുള്ള നമ്മുടെ സ്നേഹത്തിന്റെ ആഴം അനുസരിച്ച് കാത്തിരിപ്പിന്റെ വ്യാപ്തി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇന്നത്തെ സമൂഹത്തിലേക്ക് നോക്കിയാൽ ആരെയും കാത്തിരിക്കുവാൻ തയ്യാറില്ലാത്ത ഒരു സമൂഹം രൂപപ്പെട്ടു വരുന്നില്ലേ എന്ന്. അവരനു വേണ്ടി തന്നെ യാതൊന്നും ചിലവഴിക്കുവാനും തയ്യാറാകാത്ത ഒരു സമൂഹം. അവരവർ തങ്ങളുടെ സമയത്തിനും പണത്തിനും മറ്റേതിനേക്കാൾ പ്രാധാന്യം കൽപ്പിക്കുന്നു. അപ്രകാരം നെട്ടോട്ടം ഓടുന്ന ഒരു സമൂഹത്തിന്റെ കണ്ണിയായി നാം തീർന്നു പോയിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു, നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും, അവന്റെ ജനനത്തിങ്കൽ പലരും സന്തോഷിക്കും. അന്നത്തെ സമൂഹം മിശിഹായെ അല്ലെങ്കിൽ ഒരു രക്ഷകന് വേണ്ടി കാത്തിരിക്കുന്നു. അന്നത്തെ രാഷ്ട്രീയവും സാമൂഹികവും ആയുള്ള പശ്ചാത്തലത്തിൽ ജനം മുഴുവനും വലിയ അരക്ഷിതാവസ്ഥയിൽ ആയിരുന്നു തങ്ങളുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ദൈവത്തിന്റെ ഭരണനിർവഹണം അല്ലാതെ മറ്റൊരു പോംവഴിയും ഇല്ല എന്ന് അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു. ദൈവം അയക്കുന്ന ഒരു മിശിഹായെ അവർ അങ്ങനെ കാത്തിരുന്നു. ഇത്തരമൊരു ജനസമൂഹത്തിന്റെ മധ്യത്തിൽ ദൈവമഹത്വത്തെ കാത്തിരിക്കുന്ന ഒരു പ്രത്യേക കുടുംബമുണ്ട്, സെഖര്യാവിന്റെ കുടുംബം. അവർ മടുത്തു പോകാതെ ദൈവമഹത്വത്തിനായി വളരെ പ്രത്യാശയോടെ കാത്തിരുന്നു. ധൂപം കാട്ടുന്ന വേളയിൽ ഗബ്രിയേൽ ദൂതൻ ധൂപപീഠത്തിന്റെ വലത്തുഭാഗത്ത് നിന്നവനായിട്ട് സെഖര്യാ പുരോഹിതന് പ്രത്യക്ഷനായി. 11 മുതലുള്ള വാക്യത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നു,
നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്നു പേരിടണം. തുടർന്ന് പറഞ്ഞിരിക്കുന്നു, നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും, അവന്റെ ജനനത്തിങ്കൽ പലരും സന്തോഷിക്കും. അങ്ങനെ ഈ കുടുംബത്തിനും ദൈവദൂതൻ വാഗ്ദാനം ചെയ്ത സന്തോഷവും ഉല്ലാസവും അനുഭവിക്കുവാൻ സംഗതി വന്നു ഭവിക്കുന്നു. ഈ കുടുംബത്തിന് മാത്രമല്ല, ഈ കുടുംബത്തോട് ചേർന്ന് നിന്ന് മറ്റ് പലരും ഈ വലിയ സന്തോഷത്തിന് പങ്കുവരായിരുന്നു. മിശിഹായുടെ വരവിന് മുന്നോടിയായി അവന് പാതയൊരുക്കുവാൻ യെശയ്യാ പ്രവാചകനിലൂടെ യുഗങ്ങൾക്ക് മുന്നമേയുള്ള ദൈവത്തിന്റെ മുന്നറിയിപ്പ് ലൂക്കോസിന്റെ സുവിശേഷം 3:4 മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന വാക്കായി തീരേണ്ടവന്റെ ഉദയത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ദൈവമഹത്വത്തെ കാത്തിരിക്കുന്ന കുടുംബത്തിന് സാധ്യമായി തീർന്നു. സദൃശവാക്യം 23-ാം അധ്യായം 17-18 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടിരിക്കുക, ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയുമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം യഹോവ ഭക്തിയോടെ സെഖര്യാവിനെ പോലെയും എലിസബത്തിനെ പോലെയും ദൈവത്തിൽ നിന്ന് നമ്മുടെ പ്രത്യാശയുടെ പ്രതിഫലം പ്രാപിപ്പാൻ ഇടയായി തീരുമാറാകട്ടെ. മൂന്നാമതായി, മാനുഷിക മൗനത്തിന്മേൽ മാനം നൽകുന്ന ദൈവിക ഉറപ്പ്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം, തക്ക സമയത്ത് നിവൃത്തിയാകുവാനുള്ള എന്റെ ഈ വാക്ക് വിശ്വസിക്കായക കൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിപ്പാൻ കഴിയാതെ മൗനമായിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ നാം ആദ്യം കണ്ടതായ ഒരു സംഗതി, കർത്താവിന്റെ സകല കൽപ്പനകളും ന്യായങ്ങളും പാലിച്ചതായ പുരോഹിതനായ സെഖര്യാവ് എന്ന വ്യക്തി അല്പനേരത്തേക്ക് ദൈവത്തിന്റെ അപരിമേയമായ കഴിവിനെയും ശക്തിയെയും സംശയിച്ചു പോയി. അവൻ അവിശ്വാസത്തിന്റെ സമുദ്രത്തിലേക്ക് താഴ്ന്നുപോയി. കർത്താവിന്റെ ശിഷ്യന്മാരിൽ പ്രധാനിയായിരുന്ന പത്രോസ് യേശുവിന്റെ അടുത്തെത്താൻ വെള്ളത്തിന് മുകളിലൂടെ നടന്നു പോയപ്പോൾ അല്പ സംശയത്തിന്റെ പേരിൽ പത്രോസ് എന്ന വ്യക്തി സമുദ്രത്തിൽ താഴ്ന്നു പോകുവാൻ തുടങ്ങുന്ന അവസ്ഥ ഉണ്ടായി. ഇവിടെ സെഖര്യാവ് എന്ന പുരോഹിതനായ മനുഷ്യൻ അവിശ്വാസത്തിന്റെ പടുകുഴിയിലേക്ക് വീഴുന്നു എന്ന് മാത്രമല്ല, ദൈവസന്നിധിയിൽ നിൽക്കുന്നവനായ ഗബ്രിയേൽ ദൂതനോട് അടയാളവും ചോദിക്കുന്നു. 19-ാം വാക്യത്തിൽ, ഇത് ഞാൻ എന്തൊന്നിനാൽ അറിയും എന്ന്. കിട്ടിയ അടയാളം എല്ലാവർക്കും അറിവാൻ പക്കത്തിലുള്ള ഒന്ന് തന്നെ ആയിരുന്നു. അതിത്തിരി കൂടിപ്പോയോ എന്ന് ഒരു പക്ഷേ നാം ചിന്തിക്കും. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവനീതിയെ ചോദ്യം ചെയ്യുവാൻ കഴിയുകയില്ല. രക്ഷിക്കുവാനും ശിക്ഷിക്കുവാനുമുള്ള ദൈവിക കരങ്ങൾ കീഴിലാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത് എന്ന ഉത്തമ ബോധ്യം ഈ ഭാഗം നമുക്ക് മുൻപിൽ ചൂണ്ടിക്കാണിക്കുന്നു. മന്ദിരത്തിന് പുറത്തു വന്നാറെ സെഖര്യാ പുരോഹിതനോ സംസാരിക്കാൻ കഴിഞ്ഞില്ല. അവൻ അവർക്ക് ആംഗ്യം കാട്ടി ഊമനായി പാർത്തു. എന്നാൽ സെഖര്യാവ് അനുഭവിച്ച മാനുഷിക മൗനം അവന് മാനത്തിനായി വന്നു ഭവിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 57-58 വാക്യത്തിൽ, എലിസബത്തിന് പ്രസവിപ്പാൻ ഉള്ള കാലം തികഞ്ഞപ്പോൾ അവൾ ഒരു മകനെ പ്രസവിച്ചു. കർത്താവ് അവൾക്ക് വലിയ കരുണ കാണിച്ചു എന്ന് അയൽക്കാരും ചാർച്ചക്കാരും കേട്ടിട്ട് അവളോടുകൂടെ സന്തോഷിച്ചു. മച്ചി എന്ന് പറഞ്ഞവളെ മക്കളുടെ അമ്മയായി ഭവനത്തിൽ വസിക്കുമാറാക്കുന്ന ദൈവത്തിന്റെ വലിയ പ്രവർത്തനം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഈ പൈതലിന്റെ പേരിടൽ കർമ്മം നടക്കുന്ന വേളയിൽ വലിയൊരു അത്ഭുത പ്രവൃത്തി അവിടെ നടന്നു. ഊമനായി കഴിഞ്ഞിരുന്നതായ സെഖര്യാവിന് തന്റെ ശബ്ദം തിരികെ കിട്ടുന്നു. ഈ ശബ്ദം നഷ്ടപ്പെട്ടവന്റെ ശബ്ദം തിരികെ കിട്ടി. ഇതിലൂടെ അവിടെ കൂടിയ ആളുകൾ അത്ഭുതവും ഭയവും നിറഞ്ഞവരായിത്തീർന്നു. പിതാവിന്റെ പേർ പോലെ സെഖര്യാവ് എന്ന പേർ വിളിക്കേണ്ട പൈതൽ തികച്ചും വ്യത്യസ്തമായ പേരിന്റെ ഉടമയായി മാറി. യോഹന്നാൻ എന്ന പേരുമായി രംഗപ്രവേശനം ചെയ്തു. യോഹന്നാൻ എന്ന വാക്കിന്റെ അർത്ഥം
യഹോവ കരുണയുള്ളവൻ എന്നതാണ്. സെഖര്യാവും എലിശബെത്തും യോഹന്നാൻ എന്ന പൈതലിനെ നൽകി യഹോവ തന്റെ കരുണയുടെ മാഹാത്മ്യം വെളിവാക്കി. ദൈവം കൽപ്പിച്ച മാനുഷിക മൗനത്തിന്മേൽ ആ കുടുംബത്തിന് മാനം നൽകി ദൈവം അനുഗ്രഹിക്കുന്നു. 66 വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: കേട്ടവരെല്ലാവരും അത് ഹൃദയത്തിൽ നിക്ഷേപിച്ചു, ഈ പൈതൽ എന്താകുമെന്ന് പറഞ്ഞു. വീണ്ടും 80 വാക്യത്തിൽ കാണുന്നു: ആ ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചു എന്ന് മൗനം വെടിഞ്ഞ സഖര്യാവ് തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. ഈ അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ നാം കാണുന്നു: പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു എന്ന്. ഇപ്രകാരം ദൈവം ആത്മാവിൽ ബലപ്പെടുവാൻ ഒന്നാമതായി നാം ചിന്തിച്ചത് ദൈവത്തിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കുന്ന ഒരു ദൈവിക കുടുംബം. രണ്ടാമതായി ദൈവമഹത്വത്തെ കാത്തിരിക്കുന്നവരെ കാത്തിരിക്കുന്ന സന്തോഷവും ഉല്ലാസവും എപ്രകാരമുള്ളത് എന്ന് മനസ്സിലാക്കി അപ്രകാരമുള്ള സന്തോഷവും ഉല്ലാസവും നമുക്ക് പ്രാപിപ്പാൻ. മൂന്നാമതായി അല്പസമയത്തേക്കുള്ള മാനുഷിക മൗനത്തിന്മേൽ മാനം നൽകുന്ന ദൈവിക ഉറപ്പിനെ മനസ്സിലാക്കുവാൻ നമ്മുടെ ജീവിതത്തിലെ മൗനത്തെ ഇല്ലായ്മ ചെയ്ത് അത് മാനപാത്രമാക്കി തീർക്കേണ്ടതിന് സ്വർഗത്തിലെ വലിയവനായ ദൈവം ഇടയാക്കി തീർക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം.